കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളെ, പാപം മൂലം ആത്മാവിൻ്റെ ശക്തിയെ കെടുത്തരുത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരുടെ മേലൂതി പരിശുദ്ധാത്മാവിനെ പകർന്നതായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. അവൻ പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം മാതാവിൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. യേശു ശിഷ്യന്മാരുടെ മേലൂതി. പട്ടക്കാർ വിശുദ്ധ മാമോദീസായിൽ സ്ഥാനാർത്ഥിയുടെ മേൽ ഊതുന്നു. പ്രിയരെ, ദൈവനിശ്വാസം പ്രാപിച്ച വിശ്വാസികളായ നാം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ശക്തിയെയും വ്യാപാരത്തെയും നിർവീര്യമാക്കാതെ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്ന ആത്മീയ മനുഷ്യനായി യേശു ശിഷ്യന്മാരെ അയച്ചതുപോലെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അവൻ്റെ നല്ല ശിഷ്യന്മാരായി നമുക്കും അവിടുത്തെ സ്നേഹവും സമാധാനവും അനുഭവിക്കാം. അസമാധാനം നിറഞ്ഞ ഈ ലോകത്ത് കർത്താവ് വാഗ്ദാനം ചെയ്ത സമാധാനം അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.